കുറച്ച് ടെക്നിക്കലാണ്, ഐ മീൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബീച്ച് റേസ് ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. പിന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അങ്ങനെ ഓടിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബിക്കോസ് ഞാൻ ഒരുപാട് പേര് ഫസ്റ്റ് കുറച്ച് നാൾ വന്നിട്ട് പിന്നെ അവര് നിർത്തിപ്പോയത് കണ്ടിട്ടുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പുതുവൈപ്പ് ബീച്ചിലാണ്. പുതുവൈപ്പ് ടൂറിസം മേളയുടെ ഭാഗമായിട്ട് നടക്കുന്ന ബീച്ച് റേസ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് റൈഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ കഴിഞ്ഞ തവണ നടത്തിയതിനേക്കാൾ അതിഗംഭീരമായിട്ടാണ് ഇത്തവണ റേസ് നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ റേസ് കാണാൻ വേണ്ടി നമ്മൾ കളമശ്ശേരി പോയായിരുന്നു. അത് മോട്ടോക്രോസ് റേസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള റേസാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി, നല്ല വെയിലുള്ള സമയമായിട്ട് ഒരുപാട് പേര് റേസ് കാണാൻ വേണ്ടി നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയുള്ള കമ്മിറ്റിയിലെ ചേട്ടന്മാരുടെ അടുത്ത് ഈ റേസിനെ പറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ കണ്ടല്ലോ, ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം താമസിക്കാതെ തന്നെ ട്രയൽസ് തുടങ്ങും. അപ്പൊ ഗൈസ്, ട്രയൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ പിള്ളേരും തന്നെ ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അതിൽ തന്നെ അമൽ വർഗീസ് ആണ് ഇപ്പൊ ഇതിനെ നടത്തുന്നത്. അമൽ വർഗീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടുകാരൻ തന്നെയാണ്. അവനാണ് ലാസ്റ്റ് റേസ് ഫസ്റ്റ് അടിച്ചത്. ഈ പ്രാവശ്യം ഓർഗനൈസ് ചെയ്യാനുള്ള അതിന്റെ ഭാഗ്യം അമലിനാണ് കിട്ടിയേക്കുന്നത്. അവൻ മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇവിടെ നിറച്ച് പിള്ളേർ തന്നെ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് 4 ഇതായിട്ടാണ് നടത്തിയേക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 100 അറൌണ്ട് 100 ഉണ്ട്. അതെ, ഫൈനൽസ് വൈകിട്ടാവും. ഇത് എന്തായാലും അത്രയും റൈഡേഴ്സ് ഉണ്ട്. അപ്പൊ അത്രയും ഓർഗനൈസ് ചെയ്ത് തന്നെ നടക്കുന്നത്. സേഫ്റ്റിയാണ് പ്രധാനമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയാലും പരിപാടി എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കും. ടൂറിസം വളരെ ഭംഗിയായിട്ട് 25ാമത്തെ വർഷത്തിലും വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുന്നു. അതും പ്രത്യേകിച്ച് സുനാമി ദിവസമായി ഇന്ന് 26-ാം തീയതി ഒരു ബീച്ച് റേസ് നടക്കുന്ന സമയത്താണ് സുനാമി വന്നത്. അതിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നു. പക്ഷെ അതിനേക്കാളും മികച്ചതായിട്ട് ഈ വർഷം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും ഒക്കെ വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. ഇതിൽ പങ്കെടുക്കുന്നവരും ഇതിൽ എത്തിച്ചേരുന്ന കാണികൾക്കൊക്കെ ഞങ്ങൾ ഒരുപാട് നന്ദിയും കടപ്പാടും ടൂറിസം മേളയുടെ പേരിൽ. അപ്പൊ ഗൈസ്, ചേട്ടന്മാര് പറഞ്ഞിട്ടില്ലേ, 25 വർഷമായിട്ട് നടത്തി പോരുന്ന റേസ് ആണ്. ജനപങ്കാളിത്തത്തോടുകൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ട്രോഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടാണ് പരിപാടികൾ നടത്തുന്നത്. നല്ല വെയിലായിരുന്നിട്ടും ഒരുപാട് ആളുകൾ റേസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഈവനിങ് ആവും ഇതിന്റെ ഫൈനൽസും കാര്യങ്ങളൊക്കെ വരുമ്പോ. അപ്പൊ എന്തായാലും കാഴ്ചകള് നിങ്ങൾ എല്ലാ റൈഡേഴ്സിനും റേസിന് മുമ്പായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ബീച്ച് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്, മറ്റ് ട്രാക്കുകളെ പോലെ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓൾ സെറ്റ് ആയിട്ടുണ്ട്. ട്രാക്കൊക്കെ റെഡിയാണ്. അപ്പൊ ട്രയൽസ് അടിക്കാൻ വേണ്ടി ഓരോ വണ്ടികളായിട്ട് അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോ ലേഡീസ് റൈഡേഴ്സ് ഒക്കെ ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം. രമ്യ. ട്രാക്ക് കുറച്ച് ടെക്നിക്കലാണ്, ഐ മീൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബീച്ച് റേസ് ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. പിന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അങ്ങനെ ഓടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് ഉണ്ട്. അതെ, അവര് ഓടിക്കുന്നുണ്ട്. അത് ബൈക്ക് നേരത്തെ ഓടിക്കുമായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ക്ലബ്ബ് ഉണ്ട്, DNA റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ കുറച്ച് ചേട്ടന്മാര് INRC ഒക്കെ ഓടിക്കുന്ന കണ്ടിട്ട് അങ്ങനെ അവരുടെ കൂടെ ക്ലബ് ചെയ്താണ് ഫസ്റ്റ് ഓടിച്ചു തുടങ്ങിയത്. പിന്നെ ഓടിച്ചു തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ഇപ്പൊ വീട്ടുകാരും സപ്പോർട്ടീവ് ആണ്. അവർക്ക് ആദ്യം ഭയങ്കര എന്റെ എക്സ്പൾസ്. അതെ. ഞാൻ ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. അതെ, വണ്ടി ഇപ്പൊ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷൻ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളൂ. അത് ബാംഗ്ലൂർ ത്രിനേഷ് എന്ന് പറഞ്ഞിട്ട്, ജാവ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഫസ്റ്റ് ശരിക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബിക്കോസ് ഞാൻ ഒരുപാട് പേര് ഫസ്റ്റ് കുറച്ചു നാൾ വന്നിട്ട് പിന്നെ അവര് നിർത്തിപ്പോയത് കണ്ടിട്ടുണ്ട്. അപ്പോ ഈ സ്പോർട്ട് ഭയങ്കര എക്സ്പെൻസീവും ആണ്. അപ്പം ആദ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട്
ആക്ച്വൽ സ്പോർട്സിലോട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ പ്രാക്ടീസ്, അതെ, ആക്സസറീസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ പ്രാക്ടീസ് ഭയങ്കര മസ്റ്റ് ആണ്. നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ടച്ച് വിട്ടു പോകും. അതുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ കണ്ടുപിടിക്കുക, നല്ലൊരു ട്രാക്ക് കണ്ടുപിടിക്കുക, ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കുക, എന്നിട്ട് പ്രാക്ടീസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് റൈഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട് പള്ളുരുത്തിന്ന്. അപ്പൊ എന്തായാലും അവരെയൊക്കെ നമുക്കൊന്ന് കാണണം. അപ്പൊ എന്തായാലും ഈ ഒരു ഇവന്റ് നല്ല കലക്കനായിട്ട് നടത്തുന്ന പുതുവൈപ്പിലെ എല്ലാ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം ഇത്രയും വലിയൊരു ഇവന്റ് നല്ല അടിപൊളിയായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സംഘാടനം ആവശ്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ റേസിന്റെ കാഴ്ചകളിലേക്ക് പോവാം. അതെ, കടൽ ഈ സൈഡില് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ വണ്ടികളും സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ട്രയലൊക്കെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് നോക്കിയാൽ കാണാം, ഇഷ്ടം പോലെ വണ്ടികളുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പൊളിക്കും. ഞാനിവിടെ ട്രയൽസ് ഒക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിൻ്റെ റൈഡിങ് ആണ് കേട്ടോ. അപ്പോൾ അന്ന് മോട്ടോ ക്രോസിലുണ്ടായിരുന്ന ജൂനിയർ ഓടിച്ചിരുന്ന ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ട്രാക്കിൽ ഓടിക്കുന്നതിനേക്കാളും നല്ല ബുദ്ധിമുട്ടാണ് ബീച്ച് റേസ് എന്നാണ് റേസ് ചെയ്യണ ആളുകളോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വണ്ടികളാണ്. ടയറിലൊക്കെ നല്ല രീതിയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പോലും പല സ്ഥലത്തും ടഫാണ്. അത് നോക്കി നിങ്ങൾ ഓർഡർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വൈപ്പിലെ ബീച്ച് റേസ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാ പ്രാവശ്യവും ഇവർ നടത്തണതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെയാണ് എല്ലാ വർഷവും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ, സുനാമി ഒരു തവണ വന്ന ടൈമിൽ ആ സമയത്ത് ബീച്ച് റേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഓരോ സ്പോട്ടുകളിലേക്കൊക്കെ ഒരുപാട് ആളുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും ഇതിനുള്ള പ്രാക്ടീസ് സെഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ. ഓരോ ട്രാക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിലൊക്കെ ഫസ്റ്റ് അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ മോട്ടോ ക്രോസിൻ്റെ റേസ് കാണാൻ വേണ്ടി പോയപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു. എത്ര നാളത്തെ ഇവരുടെ പ്രാക്ടീസ് കൊണ്ടാണ് ഇവരിങ്ങനെ ആവണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ബീച്ച് റേസ് പ്രത്യേക എന്താ പറയുക ഒരു അനുഭവം തന്നെയായിരുന്നു. ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി ഇത് നോക്കിയേ, ഒരിക്കലും ബാലൻസ് ചെയ്തിട്ട് ഇവിടെ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ട്രാക്കിൽ. പക്ഷേ ഓടിക്കുന്നവരുണ്ട്. അത് നൈസായിട്ട് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബീച്ച് റേസിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പ്രോ ലെവലുള്ള ആളുകൾ ഓടിക്കുന്ന ഒരു റേസ് ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ആയിക്കൊണ്ടിരിക്കുകയാണോ. സമയം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹെവി തിരക്കണം. ജയന്റ് വീലിൽ കാണികളെല്ലാം കണ്ടോ നിങ്ങള്? ജോയൽ ഗായ്സ്, എവിടെ റേസ് ഉണ്ടോ അവിടെ ജോയലും ജോയലിൻ്റെ വണ്ടി ആണോ. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ എന്താ പറയുക റേസ് കാണാൻ വേണ്ടി വന്നു. കുറേ പരിപാടികളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നൈസാണ്. നല്ല വെയിലാണ്, അതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. പക്ഷെ നമ്മൾ ഇതിനോടുള്ള ക്രൈസ് കൊണ്ട് നമ്മൾ കാണണം. കണ്ടോ ജോയൽ വന്നിട്ടുണ്ട്. ജോയൽ എല്ലാ റേസും കാണാൻ വേണ്ടി പോകും. നെജുദ പുറകിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നല്ല കമൻറ്റുകൾ ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.